السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫതുഹുൽ മുഈൻ അൽഫിയ ക്ലാസ് റൂമിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രൂപ്പിലെ ബഹുമാനികളെയും ആദരപൂർവ്വം കാണുന്നു. അതുപോലെ നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാര് എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. പ്രത്യേകിച്ച് അഹ്ലു ബൈത്ത്, അതുപോലെ പണ്ഡിതന്മാര്, അതുപോലെ മുതഅല്ലിമീങ്ങൾ എല്ലാവരെയും ബഹുമാനപൂർവ്വം കാണുന്നു. ഫതുഹുൽ മുഈന്റെ ബാക്കി ഭാഗം നമുക്ക് പ്രവേശിക്കാം. നമ്മൾ നജസിനെ കുറിച്ചുള്ള ബാബാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതില് പലതിനെ കുറിച്ചും സംസാരിച്ചു. ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ എത്തിയത് സബാദ്, അത് പറഞ്ഞാല് പിന്നെ മെരൂം പുഷ്പിനെ കുറിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു. ആ സാധനം ശുദ്ധിയുള്ളതാണ്. അതിന്റെ കുറഞ്ഞ രോമത്തെ തൊട്ട് മുടിയെ തൊട്ട് കാഫുണ്ട്. അത് 3, 4, 5 വരെ ആക്കാം. ഈ കുറഞ്ഞത് എന്ന് നമ്മൾ പിന്നെ ഉപയോഗത്തിന് വേണ്ടി പിടിക്കപ്പെടുന്നതിനാണ് കലീലും കലീലല്ലായ്മയും ഒക്കെയും നാം പരിഗണിക്കപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇനി ഫൈൻ കസുറത്ത് ഫി മഹല്ലിൻ വാഹിദിൻ, ഒരു സ്ഥലത്താണ് ഈ ഷഅർ അധികരിച്ചത് എങ്കിൽ ലം യുഅഫ അൻഹു, ആ മഹല്ലിനെ തൊട്ട് എന്തില്ല, അഫുവില്ല. ആ മഹല്ല് എന്തായില്ല, ശുദ്ധി എന്ന് നമ്മൾ ഹുക്മ ചെയ്യപ്പെടുകയില്ല. അധികരിച്ചു വന്നാൽ അർത്ഥം. വ ഇല്ല, അങ്ങനെ അധികരിച്ചല്ല എന്ന് വെച്ചാല് കലീലായിട്ടാണ് നമ്മൾ പിടിക്കപ്പെട്ടത്. ആ സവാദിൽ നിന്ന് പിടിക്കപ്പെട്ടതിലുള്ള ഷയർ ഉണ്ടല്ലോ, അപ്പൊ ആ ഷയർ കലീലാണ്, കുറഞ്ഞതാണ് എങ്കിൽ ഉഫിയ, അഫുണ്ട് എന്ന് വെച്ചാൽ വിട്ടുവീഴ്ച ഉണ്ട് എന്ന് പറഞ്ഞാൽ നജസ് അല്ല, നമുക്ക് ആ സ്ഥലമോ നിസ്കരിക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല എന്നർത്ഥം. എന്നാൽ ബിഖിലാഫിൽ മാഇ, ഈ സബാദിൽ നിന്നും മാഇയായ സാധനം ഉണ്ട്. സബാദിന്റെ ഷയറാണ് ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. ഇനി സബാദാണ്, അത് മാഇയാണ്, ദ്രാവക രൂപത്തിലുള്ളതാണ്. അതിന് എതിരുകൊണ്ട് എന്ന് പറഞ്ഞാല് അവിടെ ഹുക്കുമ് ശുദ്ധി ഉണ്ട് എന്ന് നമുക്ക് വെക്കാം. കാരണം ഇസ്തിമാൽ ഉപയോഗിക്കാൻ പറ്റും. എന്തതിന് കാരണം എന്നറിയോ? ഫഇന്ന ജമീഅഹു, ആ മായിന്റെ ജമീ മുഴുവനുമാകുന്നത് കശൈഇൽ വാഹിദി, ഒറ്റ വസ്തു പോലെയാണ്. അതിനെ 1, 2 കസറത്ത് എന്ന് പറയുന്നില്ല. അത് ഒറ്റൊന്നു പോലെയായിട്ട് അതിനെ പരിഗണിക്കപ്പെടും. അതുകൊണ്ട് അതിന് എതിര് എന്ന് വെച്ചാല് അവിടെ ഇസ്തിമാൽ ചെയ്യാം, അത് ഉപയോഗിക്കാം, അത് എടുക്കുന്നതിന് കുഴപ്പമില്ല. ഫഇൻ ഖല്ല ഷഅറു ഫീഹി, ആ മായായതിലു ഉള്ള മായയിൽ ഷഅർ കലീലാണെങ്കിൽ, കുറഞ്ഞതാണെങ്കിൽ, മായ ദ്രാവരൂപത്തിലാണ്, അതില് ഷഅർ കുറച്ചേ ഉള്ളൂ, മുടി കുറച്ചേ ഉള്ളൂ. എന്നാൽ ഉഫിയ അൻഹു, എന്നാൽ എന്തുണ്ട്, അതിനെ തൊട്ട് നമുക്ക് അഫുണ്ട്. ആ മായനെ തൊട്ട് അഫുണ്ട്, ആ മായ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വ ഇല്ല, അങ്ങനെ കലീലല്ല, ഫല, അപ്പോ അനുവദനീയമല്ല എന്ന് പറഞ്ഞാല് കൂടുതലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുകയില്ല. വല നളറ ലിൽ മൗഖൂദി ഹൈനൈദിൻ, വല നളറ, നോട്ടമില്ല, ലിൽ മൗഖൂദി, പിടിക്കപ്പെട്ടതിന്, ഹൈന ഇതിൻ, ആ അയിന് മായ ആകുന്നതായ ഹാലില്, മായായ അവസ്ഥയിലാവുമ്പോൾ അപ്പോൾ നമ്മൾ പിടിക്കപ്പെട്ടത് കുറഞ്ഞതോ കലീലോ എന്നുള്ള നോട്ടൊന്നും അവിടെ ഇല്ല, അതിനെ പരിഗണിക്കപ്പെടുകയില്ല എന്നർത്ഥം. എപ്പോൾ പിന്നെ കൂടുതലായിട്ട് വന്നു അല്ലെ കുറഞ്ഞായിട്ട് വന്നു, അപ്പൊ ആ മായ എന്ന് പറഞ്ഞാൽ നീരായതിൽ, അതായത് ദ്രാവക രൂപത്തിലുള്ളതിലുള്ള ഷയർ കലീലായിട്ട് കുറഞ്ഞതായിട്ടാണെങ്കിൽ ഉഫിയാഫു ഉണ്ട്. വല്ല കലീലല്ല, അപ്പൊ കൂടുതലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫലാഫു അഫാഫു ഇല്ല എന്നർത്ഥം. അപ്പൊ പിന്നെ അവിടെ മനസ്സിലാക്കണം, മൗഹൂദില് നോട്ടമില്ല, അപ്പോൾ നോട്ടമില്ല. ഏതൊരു ആ അയിന്, ആ തടി മായ ആയിരിക്കുന്നു എന്ന സ്ഥിതിയിൽ പിടിക്കപ്പെട്ടതിലേക്ക് നോട്ടമില്ല. അപ്പൊ നോക്കുന്നത് അതിലുള്ള ഷയർ പിന്നെ കലീലാണോ കൂടുതലാണോ എന്നുള്ളതാണ് നോക്കുന്നത് എന്നർത്ഥം. മുഹബ്ബു ത്വബരിയു അൻ ഇബ്നു സബ്ബാഹിൻ, ഇബ്നു സബ്ബാഗ് എന്നിടത്തൊട്ട് മുഹബ്ബു ത്വബരി എന്നവര് നഖൽ ചെയ്ത ഒരു കാര്യം ഉദ്ധരിച്ചു പറഞ്ഞിട്ടുണ്ട്. വഅതമദഹു, അതിനെ മുഅതമദും ആക്കിയിട്ടുണ്ട്. എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? അന്നഹു, കാര്യം എന്ന് വെച്ചാൽ പിന്നെ പ്രശ്നം വരുന്നല്ലോ. അന്നഹു ആ നഖല് എന്ന് വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അന്നഹു ആ കൗല്, കാര്യം യുഅഫ, അഫുണ്ട്,
അൻ ജറത്തിൽ ബഈരി, ഒട്ടകത്തിന്റെ ജറത്തിനെ തൊട്ട്. ജറത്ത് എന്ന് പറഞ്ഞാൽ അത് കുടിക്കുന്ന പാത്രം, ജറത്ത് എന്നതിന് പറയാം. അപ്പൊ അതിന് എന്തുണ്ട്? അഫുണ്ട്. അതായത് കുടിക്കാൻ തലയിട്ട് കുടിക്കുമ്പോൾ അതിൽ പിന്നെ വെള്ളമൊക്കെ ബാക്കിയുണ്ടല്ലോ. വ നഹ്വിഹി, ആ ബഈർ പോലത്തത്. ബഈർ ഒട്ടകം, ഒട്ടകം പോലത്തെ ഹിസാനാവാം, കാളയാവാം, പോത്തയാവാം, ആടാവാം, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. എന്താ പറയണെന്നറിയോ? ഫലാ യൻജുസു മാ ശുരിബ മിനുഹും, വലാ യൻജുസു മാ ശുരിബ മിനുഹു, ആ ജറത്തിൽ നിന്ന് കുടിക്കപ്പെട്ട ഒന്ന് നജീസാവുകയില്ല. അത് ആ പാത്രത്തിൽ നിന്ന് കുടിച്ചു ബാക്കിയുണ്ടത് നജീസല്ല എന്നർത്ഥം. വ ഉൽഹിഖ ബിഹി, ഈ പറഞ്ഞ അഭിപ്രായത്തോട് ചേർക്കപ്പെട്ടു. ഫമുമാ യജ്തറു മിൻ വലദിൽ ബഖറ, അതായത് പശുവിന്റെ കുട്ടിയിൽ നിന്നുള്ള ഒന്ന്. ഫമുമാ യജ്തറു മിൻ വലദിൽ ബഖറിന്റെ പശുക്കുട്ടിയുടെ വായിൽ നിന്നും ഉണ്ടാകുന്ന ഒന്ന്. ആ വായ, പശുക്കുട്ടിയുടെ വായ അത് വലിച്ചെടുക്കുമല്ലോ കുട്ടി, പിന്നെ പറയട്ടെ. ഇനി അതുപോലെ തന്നെ ആട്. അപ്പൊ ആട് പശു പോലത്തിന്റെ കുട്ടിയിൽ നിന്നും പിന്നെ അത് വായ കൊണ്ട് വലിച്ചെടുക്കുന്ന ഒന്ന് എന്ന് വെച്ചാൽ അത് അതിന്റെ അവിടെ നിന്നും പിന്നെ മുലയിൽ നിന്നും പാല് വലിച്ചെടുക്കും. അങ്ങനെ വരുമ്പോൾ ഈ വായ തൊട്ട സ്ഥലങ്ങൾ ഉണ്ടല്ലോ, അത് ആ വായലുള്ള ഒന്ന്. ഇതൽത്തക്കമ അഖലാഫ ഉമ്മിഹി, അത് അതിന്റെ ഉമ്മന്റെ അവിടിനെ അതെന്താക്കി, അവിടിനെ പിടിച്ചു പിഴിഞ്ഞു. അങ്ങനെ വന്നാൽ അതും എന്ത് തന്നെയാണ്? ശുദ്ധി ഉള്ളതാണ് എന്നർത്ഥം. അപ്പൊ അതാണ് പറഞ്ഞത് ബിഹി, ഈ ജറത്തിൽ ബഈറിനോട് ചേർക്കപ്പെട്ടു, അല്ലെങ്കിൽ പിന്നെ ബഈറിന്റെ ജറത്തിനോട്. ആ പാത്രം ശുദ്ധിയുള്ളതാണ്, അതിന്റെ വായ അതിൽ ഇട്ടാലും എന്ന് പറഞ്ഞല്ലോ. എന്ന പോലെ ഈ ബലദുൽ ബഖർ, അതായത് പശുവിന്റെ കുട്ടി, അതുപോലെ തന്നെ ആട്ടിന്റെ കുട്ടി, അതൊക്കെ അതിന്റെ ഉമ്മാന്റെ സദീനെ അത് വായ കൊണ്ട് തൊടുവല്ലോ വലിച്ചെടുക്കുമ്പോ. ഇൽത്തിഖാം എന്ന് പറഞ്ഞാൽ അവിടെ സ്പർശിക്കുക, വലിച്ചെടുക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തിനും ഏതുണ്ട്? അഫുണ്ട് എന്നാണ് പറയുന്നത്. അഫുണ്ട് അതിനോട് ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിലും അഫുണ്ട് എന്ന് മസല. പക്ഷെ ഈ ഇബാറത്തിന്റെ ഒരു വലിയ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല, അല്ലെ? കാരണം മേലെ പറഞ്ഞിട്ടുണ്ട് അൻ ജറത്തുൽ ബഈരി വ നഹ്വിഹി എന്നതിൽ നിന്ന് കിട്ടും. അപ്പൊ പിന്നെ എന്ത് വെച്ചാൽ മതി? ഒരു ഖാസ് പറഞ്ഞു, അല്ലെ അതിനുശേഷം ഒരു ആമ്, അല്ലെങ്കിൽ ആമ് പറഞ്ഞതിന് ശേഷം ഖാസ് പറഞ്ഞു എന്ന വകുപ്പിൽ പെടുത്തിയാൽ മതി. അപ്പൊ ഈ ഭാരത്ത് ശരിയാവുകയും ചെയ്യും. അപ്പൊ ഫൗമായി തറുമി ബലത്തിൽ ബക്കറത്തി, പശുവിന്റെ കുട്ടിയിൽ നിന്നും വലിച്ചെടുക്കുന്ന ഒന്ന്, അതിന്റെ വായ സ്പർശിച്ചിട്ടുള്ള ഒന്ന്. അതുപോലെ തന്നെ ആട്ടിന്റെ കുട്ടിയും. എപ്പോ? ഇതൽത്തക്കം അഖലാഫു ഉമ്മിഹി, അതിന്റെ ഉമ്മാന്റെ അവിടിനെ. അവിടുന്ന് അഖലാഫ് എന്ന് പറഞ്ഞാൽ സദീനെ. അഖലാഫ് അതിന്റെ അവിടല്ല, സ്ഥനം. അതെ, അതിനെ തൊട്ടും ഏതിന്റെ അഫുണ്ട്, ഇതിനോട് ചേർക്കിട്ടുണ്ട്. വഖാല ഇബ്നു സ്വലാഹ് എന്നവർ പറഞ്ഞു, യുഅഫ അമ്മത്തസല ബിഹി ശൈഉൻ മിൻ അഫ്വാഫി സിബ്യാനി, കുട്ടികളെ വായയിൽ നിന്നും ചേർന്നിട്ടുള്ള ചില വസ്തുക്കളെ തൊട്ടും അഫുണ്ട്. മാ തഹഖുഖ നജാസതിഹ, ആ വായയോട് ചേർന്ന് നിൽക്കുന്ന നജസാണെന്ന് ഉറപ്പുള്ളതോട് കൂടെ അതും ഏതന്നെയാണ്? ശുദ്ധിയുള്ളതാണ്. കുട്ടിയുടെ വായയില് പിന്നെ ഛർദിച്ചിട്ടും മറ്റും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതും ഇതിന്റെ കൂട്ടത്തിൽ എന്താണ്? അഫുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വൽഹക ഖൈറുഹു ബിഹിം, അതായത് നിഹായ അതുപോലെ മറ്റുള്ള ഗ്രന്ഥങ്ങളുടെയൊക്കെ പിന്നെ മുസന്നിഫീങ്ങള് അവർ ചേർത്തു ഈ അഫ്വാഹിനോട്. അതായത് വൽഹക ഖൈറുഹു ബിഹിം, ഈ പറഞ്ഞ അഫ്വാഹിനോട്. അതായത് നമ്മളിവിടെ പറഞ്ഞു അഫ്വാഹ് സുബിയാന്, സുബിയാന്റെ അഫ്വാഹ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ സുബിയാനിന്റെ അഫ്വാഹിനോട് മറ്റുള്ളവർ ചേർത്തിട്ടുണ്ട്. എന്തിനെ ചേർത്തു? വൽഹക ഖൈറുഹു, മറ്റുള്ളവർ ചേർത്തു ബിഹിം, ഈ അഫ്വാഹിനോട്. ഏത് അഫ്വാഹ്? സുബിയാനിന്റെ അഫ്വാഹിനോട് ചേർത്തു. അഫ്വാഹൽ മജ്ജാനീന, അത് ജുനൂന് ഭ്രാന്തന്മാരുടെ. ഐറ്റങ്ങൾക്കും തക്ലീഫില്ലല്ലോ. അപ്പൊ ഐറ്റങ്ങളെ വായിലും നജസ് ഉണ്ടാവും, അത് ഒക്കെ ഉണ്ടാവാം. അത് ശുദ്ധീകരിക്കാനും തക്ലീഫ് ഐറ്റേക്കില്ല. അപ്പൊ അവരുടെ വായയും ഇതിനോട് ചേർത്തിട്ടുണ്ട്. എന്തൊരു വ്യക്തമായിട്ടാണ് നമ്മുടെ ഫതുഹുൽ മീൻ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കുട്ടിയുടെ വായ, അതുപോലെ തന്നെ പശുക്കള് ആടുകൾ പോലുള്ളൊക്കെ കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയുള്ളത്, അതൊക്കെ എപ്പോഴും ചർച്ചകൾ വരുന്നതാ. ഇത് ശുദ്ധി ഉണ്ടോ ഇല്ലേ, എടുക്കാൻ പറ്റുമോ ഇല്ലേ, എന്നിട്ട് പല മസാലകളും പറയുന്നു. വളരെ വ്യക്തമായിട്ട് മസാല നമുക്ക് പഠിപ്പിച്ചു തന്നു. എന്താണ്? അതൊക്കെ ശുദ്ധിയുള്ള ഗണത്തിലാണ് പെടുക. അപ്പൊ ജസമ ബിഹി, അതുകൊണ്ട് അതായത് അതൊക്കെ
ഈ ഇൽഹാക്ക് കൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞു സർക്കഷി തങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഞാൻ അപ്പുറം ഒന്നും പറയണ്ടെന്ന് പറയില്ലേ, ആ പറഞ്ഞമാരും മുപ്പര് അടിവരട്ട് പറഞ്ഞിട്ടുണ്ട്. വക്ക മൈത്തത്തിൻ. അപ്പൊ കാഷ്ടം നമ്മൾ നജസ്സുകൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു പോകുന്നു. എന്നിട്ട് റോസി എന്ന് നമ്മള് ഈ പേജിന്റെ അപ്പുറത്ത് പറഞ്ഞു. അപ്പൊ ആ റോസിന്റെ കൊടുക്കുന്ന അത്തഫിതമായി ഏതുപോലെ റോസിൻ ബൗലിൻ, കാഷ്ടം പോലെ, മൂത്രം പോലെ, വക്ക മൈത്തത്തിൻ, പിന്നെ ഏതുപോലെയും ശവം പോലെയും, വലവ് നഹ്വ ദുബാബിൻ, അത് ഈച്ച പോലോത്തതിനാണെങ്കിലും ശരി, മിമ്മാലാ നഫസലഹു സായിലത്തുൻ, അതിനെന്തില്ല, ഒലിക്കുന്നതായ രക്തം ഇല്ല, എന്നാൽ അതും ഒക്കെ എന്താണ്, ശവം ഏതന്നെയാണ്, നജസാണ്. പക്ഷെ ഖിലാഫിൽ കഫാരി, ഇമാം കഫാരി തങ്ങൾ ഈ അഭിപ്രായത്തിനോട് എതിരുണ്ട്. ഒമൻ തബിഅഹും, അവരോട് പിൻപറ്റിയവരും, ഫി ഖൗലി, ഓലക്കാക്ക് എന്താണ്, ബി ത്വഹാറത്തിഹി, ഇത് ഏതാണ്, ശുദ്ധി ഉള്ളതാണ് എന്നർത്ഥം. ഒരഭിപ്രായത്തില് അത് ശുദ്ധി ഉണ്ട് എന്നാണ് പറയണത്. ഏത്, ഈ ദുബാബ് പോലോത്തതിന്റെ ഒക്കെ ഒലിക്കുന്ന രക്തമില്ലാത്തതാണെങ്കിൽ. കാരണം അവരതിന് പറഞ്ഞത് ലഅദമിദ്ദമിൽ മുതഅഫിന്, ഉറച്ചു നിൽക്കുന്ന രക്തം അതിന് ഇല്ലാത്തതിന് വേണ്ടി എന്നാണ്. ആ അഭിപ്രായത്തോട് യോജിച്ചവർ ആരെ പോലെ, മാലിക് മാമിനെ പോലെ, അബി ഹനീഫ മാമിനെ പോലെ. അപ്പൊ ഫൽ മൈത്തത്തു, അപ്പൊ അതിന്റെ ശവം, അതിൽ നിന്നുള്ള സായിലായ രക്തമില്ല എന്നല്ല പറഞ്ഞത്. അപ്പൊ ഫൽ മൈത്തത്തു, ശവം നജസാണ്. വൈലം യസിൽ ദമുഹ, അതിന്റെ രക്തം ഒലിച്ചിട്ട് ഇല്ലെങ്കിലോ ശവം നജസാണ് എന്ന അഭിപ്രായത്തിലേക്കാണ് വരുന്നത്. അപ്പൊ അതാ പറഞ്ഞ മാലിക്കും അബി ഹനീഫ, ഇമാം മാലിക് തങ്ങളും അബി ഹനീഫ അവർ രണ്ടാളും പറയുന്നത് ശുദ്ധി ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോ ഇവർ രണ്ടാളുടെ അഭിപ്രായത്തോട് ആരഭിപ്രായം യോജിച്ചു, കഫാരി ഇമാമിന്റെ അഭിപ്രായം യോജിച്ചു എന്ന് മനസ്സിലാക്കാം. കാരണം ദുബാബ്, അതുപോലെ തന്നെ നംല്, അതുപോലെ അഖറബ്, ദന്നൂറ്, അഖറബ് പോലുള്ള സാധനത്തിന്റെ ഒക്കെ ഏത് രക്തം, ആ രക്തമൊക്കെ ഏത് പെട്ടാണ്, നഹബ് എന്ന് പറഞ്ഞാല് ദുബാബിന്റെ പോലത്തെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, നംല്, ഉറുമ്പ്, അതുപോലെ പിന്നെ അഖറബ്, തേള്, മൂട്ട പോലുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ ചെള്ള് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽപ്പെട്ടതാണ്. അപ്പൊ അതിന് ഒലിക്കുന്ന രക്തം ഇല്ലെങ്കിൽ അബി ഹനീഫ തങ്ങളും മാലിക് ഇമാമിന്റെ അഭിപ്രായം ശുദ്ധിയുള്ളതാണെന്നാണ്. ആ ശുദ്ധിയുള്ളതാണ് എന്ന അഭിപ്രായത്തോട് മുവാഫക്കാണ്, യോജിച്ചിട്ടുള്ള അഭിപ്രായമാണ് ആർക്കുള്ളത്, കഫാലി ഇമാമിനിക്കും ഉള്ളത്. പക്ഷെങ്കിൽ ഈ പറഞ്ഞതിൽ നിന്നുള്ള ഒരു രക്തം ചുരുക്കമാണ് ഇനിയിപ്പോൾ പറയുന്നത്. തസ്രീഹിയായിട്ട് ഒരു മസാല നമ്മൾ എന്താ പറയാ, ഫൽ മൈത്തത്തു, ശവം എന്തെന്നെയാണ്, നജസാണ്. ഈ പറഞ്ഞ അഭിപ്രായം അവിടെ ഉണ്ട്. എന്നാൽ നമ്മൾക്കിപ്പോ പറയാനുള്ളത് ഷാഫി മദ്ഹബ് പ്രകാരം ഫൽ മൈത്തത്തു നജസാണ് ഇല്ലൈസൽ ദമുഹ, അതിന് ആ ശവത്തിന്റെ ദമു ഒലിച്ചിട്ടില്ലെങ്കിലും ശരി. വക്കഥ, ആ പിന്നെ ശവം നജസായത് പോലെ തന്നെയാണ് ഷാറുഹ, അതിന്റെ മുടിയും, വഅദമുഹ, അതിന്റെ എല്ലും, വഖർനുഹ, അതിന്റെ കൊമ്പും ഒക്കെ ഏതാണ്, ശുദ്ധിയുള്ളതാണ്. പക്ഷെ അവിടെ ആർക്ക് എതിരുണ്ട്, ഖിലാഫിൽ അബി ഹനീഫ, അബി ഹനീഫ ഇമാമിനിക്ക് എതിരായിട്ട്. കാരണം ഇതാലം നെക്കുൻ അലൈഹ, ഈ പറഞ്ഞ മദ്കൂറാത്ത്, അലമ്, കർണ്, ഷെയർ പോലോത്തിന് ഉണ്ടായിട്ടില്ല, ദസമിന് ഒരു പശ, ഒരു കൊഴുപ്പ് ഇല്ലെങ്കിൽ, ദസം ഇല്ലെങ്കിൽ, കൊഴുപ്പ് ഇല്ലെങ്കിൽ ആണ് എന്ന അഭിപ്രായം അവരവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വഅഫ്ത അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഒരു ഫത്വയുണ്ട്. എന്താണ്, ബിസ്സുഹത്തി സ്വലാ, നിസ്കാരം സഹീഹാണ് എന്നുകൂടെ ഫത്വ കൊടുത്തു. ഇതാ ഹമലൽ മുസല്ലി മൈത്തത്തൻ ദുബാബിൻ, ഒരു ചത്ത ഈച്ചനെ എന്തായി ശരീരത്തിൽ എവിടെയും ഉണ്ടായി. ഇത് എപ്പോഴും വരുന്ന സംശയമാണ്. എപ്പോഴും ചോദിക്കും, നിസ്കരിക്കുന്ന സമയത്താണ് ഈച്ച വന്നതിനെ കൊന്നു, അത് അവിടെ നിന്നുണ്ടായി. അതല്ലെങ്കിൽ പിന്നെ വേറെ നെമ്ലോ ഉറുമ്പോ, അതല്ലെങ്കിൽ അക്രബ്, എന്തെങ്കിലും ഒരു ശവം നമ്മുടെ ശരീരത്തിൽ എന്തായി പള്ളിന്നോ വീട്ടിൽ നിന്നോ എവിടെന്നെങ്കിലും കണ്ടായിട്ടുണ്ടായി. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ചെയ്യല്, എന്താ ഇപ്പൊ ചെയ്യാ? അതാണെങ്കിൽ അതിൽ നിന്നും ഒഴിവാവാനും ബുദ്ധിമുട്ടും ഉണ്ടാവും അവിടെ. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമാണെങ്കിൽ അതൊക്കെ ഏതാണ്, ശുദ്ധിയുള്ളതാണ്. കാരണം അതൊന്നും സൂക്ഷിക്കാൻ കഴിയില്ല, അതിനൊക്കെ പിന്നെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുകൊണ്ട്. അപ്പൊ ഇതാ ഹമലൽ മുസല്ലി, ഒരു നിസ്കരിക്കുന്ന ആള് ചുമന്നു, മൈത്തത്തെ ദുബാബിന്, ഒരു ഈച്ചന്റെ ശവത്തിന്, ഇൻകാനഫി മഹല്ല്, അത് ഒരു സ്ഥലത്താണ് യഷുക്കുൽ എഹ്തറാസനു, ആ സ്ഥലത്ത് അതിനെ തൊട്ട് സൂക്ഷിക്കൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇത് വന്നിട്ടുള്ളത് എങ്കിൽ അവിടെ എന്തുണ്ട്, നമുക്ക് അതിന് വിട്ടുവീഴ്ചയുണ്ട്, ശുദ്ധിയുള്ളതാണ് എന്ന് ഹുക്കുമ്. അതുകൊണ്ട് നിസ്കാരം മടക്കേണ്ടതില്ല എന്ന്. ഇതൊക്കെ നജസുകളാണ്. ഇപ്പൊ റൗസ് പറഞ്ഞു, ബൗല് പറഞ്ഞു, രക്തം പറഞ്ഞു, മഅദ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. പിന്നെ ശവം പറഞ്ഞു. അപ്പൊ ശവത്തിന്റെ വിവിധ ഘട്ടങ്ങളൊക്കെ പറഞ്ഞു.
പശുക്കളെ പറഞ്ഞു, പശുക്കളെ വായനെ പറഞ്ഞു, വായ കൊണ്ട് തൊട്ടത് പറഞ്ഞു, കുട്ടികളെ വായ പറഞ്ഞു, ഭ്രാന്തന്മാരുടെ വായ കൊണ്ട് തൊട്ടത്, ഇതിനൊക്കെ ശുദ്ധി ഉണ്ട് എന്നും ഇല്ല എന്നുള്ള അഭിപ്രായങ്ങളും മറ്റൊക്കെ പറഞ്ഞു. ഇനി ശുദ്ധി ഉള്ളതാണ് ഏത് ശവം തന്നെയാണ്, മരിച്ചു കഴിഞ്ഞ മനുഷ്യൻ അതേതാണ് ശുദ്ധി ഉള്ളതാണ്, അതുപോലെ മത്സ്യം, ഓരോ വെട്ടുകൾ. ഈ വിഷയത്തെ കുറിച്ചാണ് നമുക്ക് ഇനി അടുത്ത് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാം. ഖൈറിനെ പറയാൻ, അത് കേൾക്കാൻ, അനുസരിച്ച് പ്രവർത്തിക്കാൻ, പ്രായോഗികമാക്കാൻ റഹ്മാനെ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.